പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഇസ്ലാം വളരെ പെട്ടെന്നാണ് അറേബ്യയുടെ അർദ്ധദ്വീപം കടന്ന് പേർഷ്യയിലേക്കും റോമിലേക്കുമൊക്കെ ഇസ്ലാം വികസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടനവധി സായുധ സമരങ്ങൾ മുസ്ലിമുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റോമുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് വിശ്വാസികൾ ഒരുങ്ങുകയും റോമിൻ്റെ അതിർത്തി പ്രദേശത്ത് മുസ്ലിമുകളുടെ സൈന്യം താവളമടിക്കുകയും ശേഷം റോമാ ഭരണകൂടത്തിലേക്ക് ഒരു ദൂതനെ നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ഒരു ലോകക്രമമാണ്. നമ്മൾ വിചാരിക്കും പോലെ, ചിലപ്പോഴൊക്കെ ചിന്തിക്കാവുന്നത് പോലെ ലോകത്ത് ഓടി നടന്ന മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയും നാടായ നാട് മുഴുവൻ കലഹങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യങ്ങളും പ്രദേശങ്ങളും വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സായുധ സമര പോരാളികളായിട്ട് മുസ്ലിമുകളെ തെറ്റിദ്ധരിക്കാൻ ഏറെ സാഹചര്യമുള്ള ചരിത്ര പശ്ചാത്തലമാണിത്. സത്യത്തിൽ അന്നത്തെ ഒരു ലോകക്രമം എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശങ്ങളും സ്വയം പര്യാപ്തമായി കഴിയുമ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളുമായിട്ട് ഒന്നുകിൽ കരാറിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കിടയിൽ എപ്പോഴും ഏത് നിമിഷവും പുറപ്പെടാവുന്ന ഒരു സായുധ സമരത്തിൻ്റെ സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. ഒന്നുകിൽ കരാറിലാവുക അല്ലെങ്കിൽ യുദ്ധം എന്നതാണ് അന്നത്തെ ലോകക്രമം. ഇന്നും ഏകദേശം ക്രമങ്ങൾ എങ്ങനെയാണ്? പിന്നെ ഐക്യരാഷ്ട്രസഭയും പിന്നെ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളുമൊക്കെ യൂണിവേഴ്സൽ ലെവലിൽ വന്നിട്ടുള്ള കുറേ സംഘടനാ സംവിധാനങ്ങളൊക്കെയാണ് ധാരണപ്പുറത്ത് രാജ്യങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അന്നത്തെ ക്രമം എന്നുള്ളത് ഒന്നുകിൽ കരാറിലാവുക അല്ലെങ്കിൽ യുദ്ധം നടക്കുക. നമ്മൾ പരസ്പരം കരാറിലാകാത്ത ഏത് രാജ്യവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്രമിക്കുക എന്നുള്ളത് ഏത് നിമിഷം സംഭവിക്കാം. അതുകൊണ്ട് ഒന്നുകിൽ അങ്ങോട്ട് പോയി മറ്റു രാജ്യങ്ങളുമായി കരാറിലാവുക. ആ എഗ്രിമെന്റ് വ്യവസ്ഥ അനുസരിച്ച് ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയും. ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ട് എന്നത് സ്വാഭാവികമായി സംഭവിക്കും. അതുകൊണ്ട് തന്നെ അറേബ്യയിലേക്ക് ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറേബ്യയുടെ ചുറ്റുമുള്ള ശക്തമായ പ്രദേശങ്ങളുമായിട്ട് ഒരു കരാറിലേക്ക് എത്തുക എന്നത് വിശ്വാസികൾ ഒരു കണക്കാക്കിയ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിലൂടെ കടന്നു വരികയും പല നാടുകളിലുമായിട്ട് രക്തച്ചൊരിച്ചിലോ യുദ്ധമോ ആവശ്യമില്ലാതെ തന്നെ കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സായുധ ആക്രമണങ്ങളും കടന്നു വരേണ്ടി വന്നിട്ടുണ്ട്. അവസാനം ആ ആക്രമണമാണ്, ആ ഒരു സൈനിക നീക്കമാണ് റോമിൻ്റെ മുമ്പിലേക്ക് എത്തി നിൽക്കുന്നത്. റോമിൻ്റെ മുമ്പിലേക്ക് ഒരു ദൂതൻ വന്നിട്ട് നമ്മൾ ഒരു ധാരണ പുറത്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, ഒരു പരസ്പര എഗ്രിമെന്റ് തയ്യാറാക്കണം, അല്പം വിധേയപ്പെട്ട് നമ്മുടെ ചില നിബന്ധനകൾ അംഗീകരിച്ച് നിങ്ങൾക്ക് ഭരണം തുടരാം, അല്ലാത്ത പക്ഷം യുദ്ധം എന്ന നിലയിൽ ഒരു ദൂതൻ കടന്നു വരുന്നു. അതിനെ തുടർന്നിട്ട് രാജാവ് മൊത്തത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. ഈ അറബുകളുടെ ഈ ഒരു മുന്നേറ്റം, കുറഞ്ഞ കാലം കൊണ്ട് അറബികൾ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളുടെ കഥ ആ മനുഷ്യനവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇത്രയേറെ മുന്നേറുന്നു, ആരും പരിഗണിക്കാതിരുന്ന ഒരു സമൂഹം അവർ വളരെ പെട്ടെന്ന് സുശക്തമായ ഒരു സമൂഹമായി രൂപപ്പെടുന്നു. സമീപ പ്രദേശങ്ങളെല്ലാം അവരുമായിട്ട് വരുതിയിലാവുന്നു, അവരുമായി ധാരണയിലാകുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റുമുട്ടിയവരെല്ലാം അവരുടെ മുമ്പിൽ കീഴടങ്ങുന്നു. ഇങ്ങനെ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരെങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യാമെന്ന് റോമാ ചക്രവർത്തി അയാളുടെ സദസ്സ് വിളിച്ചുകൂട്ടി ഒരു ചർച്ച വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ചരിത്രം അറബികൾ എവിടെയും തോറ്റിട്ടില്ല, അവർ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യമായിട്ടില്ല. എന്നാൽ റോം പേർഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ അമേരിക്ക ഇസ്രായേൽ എന്ന് പറയും പോലെയുള്ള ശക്തി കേന്ദ്രങ്ങളാണ്. ലക്ഷക്കണക്കിന് വരുന്ന സൈനികരുണ്ട്, 10,000-കണക്കിന് വരുന്ന ആളെയും കൊണ്ടാണ് അതിർത്തിയിൽ വന്ന് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സൈനികരുള്ള ഒരു സമൂഹത്തോട് ഏറ്റുമുട്ടാൻ മാത്രം ഇവരുടെ തൻ്റെ ഇടം എന്താണ് ഇവരുടെ ചേതോ വികാരം, എന്താണ് ഇവരുടെ രഹസ്യം, വിജയങ്ങളുടെ ഫോർമുല അറിയണം. അതുകൊണ്ട് ആ ചർച്ച മുഴുവൻ ഊന്ന് നിൽക്കുന്നത് ഈ അറബികൾക്കുണ്ടായ മാറ്റം എന്താണ്, അവരുടെ വിജയത്തിന് രഹസ്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതറിയണം. ആ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ഗ്രഹപാഠം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ വളരെ വ്യക്തമായ നിലയിൽ ഒരു ആശയം രൂപീകരിക്കുന്നുണ്ട്. അറബ് വംശജരായ ഒരു സൈനികർ ഇവർക്കുമുണ്ട്. അറബികളാണ് അവർ, അടിസ്ഥാനപരമായി അറബ് വംശജരായാണ്. എന്നാൽ ഇവരിപ്പോൾ റോമിൻ്റെ പൗരത്വമുള്ളവരും റോമിൽ ജീവിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ചില സൈനികരെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഒരാളെ ചാരവൃത്തിക്ക് വേണ്ടി ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം സൈനികർക്കിടയിൽ കടന്നുകൂടുക, ചില ദിവസങ്ങളെങ്കിലും അവരുടെ നീക്കുപോക്കുകൾ നിരീക്ഷിക്കുക, അവരിൽ ഒരാളായിട്ട് കഴിഞ്ഞ് അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി മടങ്ങി വരിക. വലിയ ദൗത്യം. ആ വലിയ ദൗത്യവുമായിട്ട് ഒരു അറബ് വംശജനെ ഏൽപ്പിച്ചു. അയാൾ പോയി. ഏതാനും ദിവസങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഒരാളെ പോയി കഴിഞ്ഞുകൂടി. മുസ്ലിമീങ്ങൾ അറിഞ്ഞതുമില്ല, ഇങ്ങനെ രഹസ്യചാരൻ വന്നതോ പോയതോ അവർ അറിഞ്ഞതുപോലുമില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇയാൾ മടങ്ങി ചെല്ലുന്നു. സദസ്സ് വളരെ ജാഗ്രതയോടുകൂടി ഇയാളെ കാത്തിരിക്കുന്നു. എല്ലാവരും മുഖ്യപ്പെട്ട ആൾക്കാരെല്ലാവരും ഉൾക്കൊള്ളുന്ന സദസ്സിൽ വെച്ച് ഇയാളുടെ കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ അവിടെ കണ്ടത്, എന്തൊക്കെയാണ് അവരുടെ വിജയത്തിന്റെ മാനദണ്ഡം, എന്താണ് അവരുടെ സീക്രട്ട് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യം എനിക്ക് വലുതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല.
ഒന്ന്, ഞാൻ 3 ദിവസത്തോളം അവർക്കിടയിൽ കഴിഞ്ഞുകൂടിയെങ്കിലും ഞാൻ കണ്ടത് അവർ വ്യത്യസ്തമായി എന്ന് എനിക്ക് തോന്നിയത്, അവർ രാത്രി നമസ്കരിക്കുന്ന ആൾക്കാരും പകൽ നോമ്പെടുക്കുന്ന മനുഷ്യരുമാണ് എന്നാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ അയാൾ എണ്ണി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അയാൾ സവിശേഷമായി എടുത്തു പറഞ്ഞത്, ആ സൈന്യത്തിന്റെ വിജയരഹസ്യമായി എനിക്ക് തോന്നിയത്, അവർ രാത്രി നമസ്കരിക്കുന്ന ആൾക്കാരും പകൽ നോമ്പെടുക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ വളരെ പ്രായം ചെന്ന വളരെ സീനിയറായ ഒരു വ്യക്തി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, രാജാവേ, ആ സുൽത്താനോട്, റോമാ ചക്രവർത്തിയോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഈ പറഞ്ഞതുപോലെയാണ് അവരെങ്കിൽ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മരണമാണ് എന്നാണ്. അവരുമായി ഏറ്റുമുട്ടുന്നതിനേക്കാൾ നമുക്ക് നല്ലത് മരണമാണ്. ഖൈറുലക്കും, മണ്ണിനടിയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമമെന്ന് അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്, വലിയൊരു ഉപദേശമായിട്ട്. പക്ഷെ എന്നാൽ യുദ്ധം നടക്കുന്നുണ്ട്, യുദ്ധത്തിൽ മുസ്ലിമുകൾ പിന്നെ ജയിക്കുന്നുണ്ട്, അത് ചരിത്രം. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ അയാളുടെ കാൽക്കുലേഷനും ഇവർ കണ്ട വ്യത്യാസവും എന്താണെന്ന് അറിയുമോ? മുസ്ലിമീങ്ങൾക്കിടയിൽ കണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അവർ രാത്രി നമസ്കരിക്കുന്നവരും പകൽ നോമ്പെടുക്കുന്നവരുമാണെന്ന് പറയുകയും അത് മനസ്സിലാക്കിയിട്ട് ആ പ്രായം ചെന്ന മനുഷ്യന് വിലയിരുത്തിയത് ഇങ്ങനെയുമാണെങ്കിൽ അതിന്റെ കാര്യം ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് ഒരു വലിയൊരു ജീവിതശീലം പാലിച്ചവരാണ് അവർ. അവരെ സംബന്ധിച്ചുള്ള എപ്പോഴും ഒഴുക്കിനെതിരെ ജീവിക്കുക. പൊതുവിൽ നമ്മൾ ഒരു മനുഷ്യന്റെ ഇച്ഛകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി വിശ്രമിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. മനുഷ്യൻ എങ്ങനെ പടവയ്ക്കപ്പെട്ടത്? വല്ലയില ലിബാസ, മനുഷ്യന് പുതച്ചുറങ്ങാവുന്ന ബുധൻ രാത്രി സംവിധാനിച്ച് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ ആ രാത്രി ഉറക്കം വിളച്ച് കണ്ണുകൾ തുറന്നു വെച്ചിരിക്കാൻ കഴിയുന്ന പ്രത്യേകമായ പരിശീലനം കിട്ടിയവർ അവർ. അത് മാത്രമല്ല, പകൽ നമ്മുടെ ജീവിതശൈലി എന്താണ്? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. പക്ഷെ പകൽ ആ ഭക്ഷണവും പാനീയവും മാറ്റിവെക്കാൻ ഒരു സമൂഹത്തെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, അത് അവർ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ, അപാരമായ സഹനശേഷിയുള്ളവരാണ് അവർ, അപാരമായ ക്ഷമാശീലമുള്ളവരാണ് അവർ. അവരെ ജയിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവരെ ഇവിടെ ഏറ്റുമുട്ടുക എന്നുള്ളത് മരണത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞതിന്റെ സാരമതാണ്. നമ്മൾ ഈ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും വലിയ ശക്തിയാകേണ്ട ഒരു മേഖലയാണ് നമ്മുടെ സമരശേഷി എന്നുള്ളത്. നമ്മുടെ സഹനശേഷിയാണ് നമ്മുടെ സമരശേഷിയുടെ അടിത്തറ എന്നുള്ളത്. ഒരു ദിവസം കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ യുദ്ധമേഖല അല്ലെങ്കിൽ ഈ നിലയിൽ നോക്കൂ, ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് വലിയ വെല്ലുവിളികൾ നടത്തിയിട്ട് അതിർത്തിയിൽ അവർ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു നിമിഷത്തിൽ പോലും വിശ്വാസികൾ പട്ടിണി കിടക്കാണ്. ലക്ഷക്കണക്കിന് വരുന്ന റോമാ സാമ്രാജ്യവുമായിട്ട് ഏറ്റുമുട്ടേണ്ട വലിയ ദൗത്യം മുമ്പിലുള്ളപ്പോൾ അവർ ഭക്ഷണം ഒഴിവാക്കുന്നു, അവർ രാത്രിയിലെ വിശ്രമം ഒഴിവാക്കുന്നു, ആ സമയത്ത് നമസ്കരിക്കുന്നു, ഇവിടെ ഭക്ഷണം ഒഴിവാക്കി നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ ഒരേ സമയത്ത് 3 വിഷയത്തിൽ അവർ പുലർത്തിയ സഹനത, സബർ എന്നുള്ള വലിയ ഗൗരവമുള്ള ഒന്ന്. അള്ളാഹുവിന് വഴിപ്പെടാൻ അവർ തയ്യാറായി. ജിഹാദിന് വേണ്ടിയിട്ട് ജിഹാദ് എന്ന് പറയുമ്പോഴത്തേക്കും എളുപ്പമുള്ള പണിയല്ലല്ലോ, ഏറ്റവും പ്രയാസമുള്ള ഒരു പണിയാണ്. സ്വന്തം സമ്പാദ്യം ചിലവാക്കണം, സ്വന്തം ജീവൻ പണയപ്പെടുത്തണം, കായികമായ അധ്വാനം വേണം, കുടുംബത്തെ ഉപേക്ഷിച്ച് പുറപ്പെടണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ത്യാഗോജ്ജലമായ ഒരു പ്രവൃത്തിയാണ് ജിഹാദ് എന്നുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുക, പടച്ചവന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ തയ്യാറായവർക്ക് മാത്രമേ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഇറങ്ങി വരാൻ തയ്യാറാവുന്നു. അങ്ങനെ അവർ തയ്യാറാക്കിയ സംഗതി എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷമയാണ്, സഹനതയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്നുള്ളത്. നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്. അവർ പുറപ്പെട്ടു എന്നത് വലിയ കാര്യം. രണ്ടാമത്, ആ പുറപ്പെട്ട അള്ളാഹുവിന്റെ ജിഹാദിന്റെ മാർഗത്തിൽ പോലും അവർ അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നമസ്കരിക്കുന്നു, രാത്രികാലങ്ങൾ ഉറക്കമില്ലാതെ അള്ളാഹുവിന് വേണ്ടി ഭക്ഷണപാനങ്ങൾ മാറ്റിവെച്ച് നോമ്പുകാരായി കഴിഞ്ഞുകൂടുന്നു. ആ ഒരു ഈ 3 വിഷയത്തിൽ അവർ പുലർത്തിയ സുബറിന്റെ വിജയമാണ് ഓരോ യുദ്ധങ്ങളും കാണാൻ കഴിയുന്നത്. ഇന്നല്ലാഹു മഅസ്സോബിരീൻ വസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹു മഅസ്സോബിരീൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കും. മനുഷ്യരെ എങ്ങനെ സഹായം ചോദിക്കേണ്ടത്? നമസ്കാരം മുമ്പിൽ വെച്ചുകൊണ്ട്. രാത്രിയാകട്ടെ അല്ലാത്ത സമയത്തങ്ങളിൽ നമസ്കാരം, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ക്ഷമയോടെ സഹനതയോടെ നിലകൊള്ളുകയും ചെയ്തിട്ട് പടച്ചവനോട് സഹായം ചോദിക്ക്, അള്ളാഹുവിന് സഹായം ഉണ്ടാകും. ഇന്നല്ലാഹു മഅസ്സോബിരീന, അള്ളാഹു ക്ഷമാശീലക്കൊപ്പമാണ്, സഹനത ജീവിതത്തിൽ പുലർത്തുന്നവർക്കൊപ്പമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ ക്ഷമ, ഈ സഹനതയെക്കുറിച്ച് തഖ്വയെക്കുറിച്ച് പറയുന്നത് മുത്തഖീങ്ങൾ, നമ്മൾ തഖ്വ പരിശോധിക്കപ്പെടുകയാണ്. അവസാന പത്തിൽ നമ്മൾ ഓരോ ചർച്ചയിലും പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയ വിഷയം എന്നുള്ളത് നമ്മുടെ തഖ്വയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, പുരോഗതി എന്നൊരു പരീക്ഷണമാണ്. ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഒരു കാര്യം ഇതുകൂടിയാണ്, കഷ്ടതകളിലും നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവർ സഹിച്ചു നിൽക്കുന്നവരും വഹീനൽ ബഅസ്, അവർ സമരരംഗത്ത് നിന്ന് പിൻവാങ്ങാത്തവരുമാണ്. സമരരംഗത്തും ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ പോലും അവർ പേടിച്ചോടിയിട്ടില്ല. ഈ വിശ്വാസികൾ ചരിത്രം പരിശോധിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിൽ ഈ വിശ്വാസികൾക്ക് വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുദ്ധം പൂർത്തിയായ ഒരു ഘട്ടമുണ്ടാവുകയും യുദ്ധം പൂർത്തിയായി വിജയം പൂർത്തീകരിച്ചു
എന്ന് വിശ്വസിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പുറകിലൂടെ അടി വീണ സമയത്ത് മാത്രമാണ് വിശ്വാസികൾ പതറിപ്പോയത്. ആ സമയത്ത് തന്നെ റസൂലുള്ളാഹിയും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത പ്രചരിച്ച സാഹചര്യത്തിൽ മാത്രമാണ് വിശ്വാസികൾ പിരിന്നോടിയത്. അതിന് മുമ്പോ ശേഷമോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കൽ പോലും യുദ്ധഭൂമിയിൽ മുതു കാണിച്ചിട്ട് പോയ ചരിത്രമേ മുസ്ലിമുകൾക്കില്ല. കാരണം അവർ രക്തസാക്ഷിത്വം അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. അത്രമേൽ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ ചോര ചിന്തുന്നതും അവരെന്ത് യുദ്ധഭൂമിയിൽ പടഞ്ഞു മരിക്കുന്നതുമാണ് അവർ ആഗ്രഹിച്ചത്. യുദ്ധഭൂമിയിൽ നിന്ന് പരിക്കേറ്റവരെ ടെന്റുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ശുശ്രൂഷിക്കുമ്പോൾ പോലും അവർ പറഞ്ഞത്, റസൂലേ, എനിക്ക് ഷഹീദിന് കൂലി കിട്ടില്ല എന്നാണ്. ഞാൻ അവിടെ മരിക്കുമായിരുന്നല്ലോ റസൂലേ, എന്നെ നിങ്ങൾ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടൂലേ എന്ന് അവർ വ്യാകുലപ്പെടാറുണ്ടായിരുന്നു. അത്രമേൽ ഒരു അള്ളാഹുവിന് മുമ്പിൽ ജീവൻ സമർപ്പിക്കാൻ തയ്യാറായി നിന്നൊരു സമൂഹമാണ് അവർ. അത് പഠിപ്പിക്കപ്പെട്ടൊരു അധ്യാപനമാണ്. കാരണം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മുതൽ പഠിക്കാൻ പറഞ്ഞൊരു ഒരു പ്രായോഗികമായി മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചൊരു സ്വഭാവം എന്നുള്ളത് സഹനതയാണ്. എന്തിനും പോകുന്ന ആൾക്കാരായിരുന്നു അറബികൾ. പക്ഷെ ആ അറബികളോട് എത്ര അടി കൊണ്ടു, എന്തുമാത്രം ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നു റസൂൽ. ക്ഷമിക്കാൻ, നിങ്ങൾ ക്ഷമിക്ക്, സമാധാനിക്ക്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കാൻ പടിപ്പടിയായ ഒരു സമൂഹത്തെ സഹനതയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. അമ്മാർ ബിൻ യാസിറിന്റെ കുടുംബത്തോട് ക്ഷമിക്കുക കേട്ടോ, അള്ളാഹുവിന് സഹായം ഉണ്ടാകും. അള്ളാഹുവെ, അമ്മാറിന്റെ കുടുംബത്തിനെ, യാസിർ കുടുംബത്തിനെ നീ സാന്ത്വനപ്പെടുത്തണേ അള്ളാഹു എന്ന് പ്രാർത്ഥിച്ചു. യാസിർ കുടുംബത്തിന്റെ ഭാര്യ, ആ യാസിറിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. അമ്മാറിന്റെ ഉമ്മ സുമ്മയെയും രക്തസാക്ഷിയായപ്പോൾ പോലും റസൂൽ സഹിക്കാനാ പറഞ്ഞത്, ക്ഷമിക്കാനാ പറഞ്ഞത്. ഈ സമൂഹത്തെ ക്ഷമയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. കാരണം ക്ഷമാശീലർക്കൊപ്പമാണ് അള്ളാഹു നിൽക്കുന്നത് എന്ന്. ആ ക്ഷമയോടുകൂടി അവർ നിലക്കൊണ്ടു. തിരിച്ചടിക്കൽ മാത്രമല്ല, ക്ഷമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ക്ഷമ നടക്കുന്നത് അള്ളാഹുവിന് ഇത്താഅത്ത് ചെയ്യുന്ന വിഷയത്തിലാണ്. ക്ഷമ ഒരുപാട് ഭാഗങ്ങളാണ്. ക്ഷമയ്ക്ക് സബ്ർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലയിലേക്ക് വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. ഈമാന്റെ 2 പകുതിയായി വിധിക്കുകയാണെങ്കിൽ ഒരു പകുതി ക്ഷമയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ എന്നാൽ 2 പകുതികളാണ്. അതിൽ ഒരു പകുതി എന്നുള്ളത് സബ്റാണ്, 2ാം പകുതി എന്നുള്ളത് ശുക്റാണ്. ഒന്ന് ശുക്റും ഒന്ന് സബ്റും. ഒന്ന് അള്ളാഹുവിന് പുലർത്തുന്ന നന്ദിയാണ്, രണ്ടാമത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഒരു മനുഷ്യൻ പുലർത്തുന്ന ക്ഷമയാണ് എന്നും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് വലിയ ക്ഷമ വേണം നമുക്ക്. ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമ വേണ്ട ഒരു മേഖല അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലാണ്. ഇത് വല്ലാത്തൊരു ക്ഷമ വേണം. അള്ളാഹുവിന്റെ പള്ളിയിൽ കഴിയണമെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണമെങ്കിൽ, അള്ളാഹു പറയുന്നത് പോലെ അനുസരിക്കണമെങ്കിൽ, നമുക്ക് ഈ ഉറക്കമിളക്കണമെങ്കിൽ, നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ, നമസ്കരിക്കണമെങ്കിൽ, സക്കാത്ത് കൊടുക്കണമെങ്കിൽ വല്ലാത്തൊരു ക്ഷമ വേണം. ക്ഷമയില്ലാതെ നടക്കില്ല. നമ്മൾ അക്ഷമരാകുന്നൊരു മേഖലയാണ് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾ. ഒരു ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് വലിയ ക്ഷമകേടാണ്. മൊത്തത്തിൽ ഒരു സമയം വല്ലാതെ നമ്മളിന്ന് കവർന്നെടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊക്കെ മതിയാക്കി ഇറങ്ങി ഓടാനുള്ള ഒരു ധൃതിയാണ്, ഒരു തത്രപ്പാടാണ്. നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. കരയിലെടുത്തിട്ട മത്സ്യത്തിന്റെ അവസ്ഥയായിരിക്കും പലപ്പോഴും ഇബാദത്തുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് ഓടാം, ഇത് എത്രയും പെട്ടെന്ന് പള്ളിയുടെ പുറത്തു ചാടാം എന്ന നിലയിലൊക്കെ ഒരു വെമ്പലാണ്, ഒരു ആവേശമാണ് നമുക്ക്, ഒരു ധൃതിയാണ് നമുക്ക്. ക്ഷമയില്ല. ചിലരൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ധൃതി പിടിച്ച് എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തു ചാടാനുള്ള ധൃതിയാണ്. സമയം നോക്കിയിരിക്കുക, സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു, ആവശ്യങ്ങൾ പലതുണ്ട്. പക്ഷെ ഇത് എന്ന് കഴിഞ്ഞ് ഇതിന്റെ പുറത്ത് ചാടിയിട്ട് ഒരാൾ വന്ന് സംസാരിക്കണം, സലാം പറഞ്ഞ് സംസാരിക്കാൻ, ആ സംസാരം മണിക്കൂറുകൾ നീണ്ടാലും നമുക്കവിടെ സമയം പോകുന്ന ഫീൽ ചെയ്യില്ല. ആ മണിക്കൂറുകൾ നമ്മൾ ഫോണിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് സമയം ചിലവാകുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ പള്ളിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് സമയം പെട്ടെന്ന് ഒരു വലിയ കാര്യങ്ങളുണ്ട്, എത്ര പെട്ടെന്ന് പുറത്തു പോകാം എന്നൊരു ധൃതിയാണ്. കാരണം ഇത്താഅത്തിന്റെ വിഷയത്തിൽ സുബ്റില്ലാതെ പോകും നമുക്ക്. ഇത്താഅത്തിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ ക്ഷമ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ആരാധനകൾ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാക്കേണ്ട വിഷയവും ക്ഷമയാണ്. എങ്കിലും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഈ ക്ഷമയിലൂടെയാണ് അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ നമുക്കൊരു ആവേശമുണ്ടാവുക. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ ക്ഷമ പുലർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ, അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ മനുഷ്യന് നൽകും. ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു മനുഷ്യനെ ഒഴിവാക്കില്ല. അള്ളാഹു അടിവരയിട്ട് പ്രഖ്യാപനം വല നബുലുവന്നക്കുമെന്ന് ആ വാക്കിൽ തന്നെ ഉണ്ട്. ഇത്രയും ശക്തമായി പറയാൻ കഴിയില്ല അറബ് ഭാഷയിൽ വേറൊരു വാക്കും. ഒരു ശക്തിയുക്തമായി പറയണം, ഇതിനെ ബലപ്പിച്ച് പറയണം, ഇതിന് അർദ്ധശങ്കയ്ക്ക് പോലും ആൾക്കും ഇടവരാൻ പാടില്ല എന്ന നിലയിൽ ശബ്ദുള്ള നൂനിനെയും ലാമിനെയും കൊണ്ടുവന്നിട്ട് താക്കീദിനെ ലാമിനെയും കൊണ്ടുവന്നിട്ടാണ് നബുലുവന്നക്കും, തീർച്ചയായിട്ടും തീർച്ച ഇത് ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും.
നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ ഭയമുണ്ടാകും, അരക്ഷിതാവസ്ഥ സമൂഹ മധ്യത്തിൽ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ. മുസ്ലിമാണോ ആ നിലയിൽ നിങ്ങൾ ഭീതിയിലേക്ക് അകപ്പെടും, ഭയപ്പെടുത്തപ്പെടും. നിങ്ങൾ ചുറ്റുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എപ്പോഴും അരക്ഷിതമായ ഒരു അന്തരീക്ഷം രൂപപ്പെടും. ഇത് പരീക്ഷണമാണ്, ഇതുണ്ടാകും. മുസ്ലിമാണ് എന്നതുകൊണ്ട് മുസ്ലിം ഐഡന്റിറ്റി പോലും പുറത്ത് കാണിക്കുന്നത് ഒരു ഭീഷണി ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്തടക്കം വ്യാപകമായിട്ടുണ്ട്. എല്ലായിടത്തും പരീക്ഷിക്കപ്പെടുക തന്നെ. ദാരിദ്ര്യം, പട്ടിണി, ഇത് മൊത്തത്തിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന പ്രയോഗങ്ങളാണ്. ഭക്ഷ്യമേഖലയിൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എല്ലാ മേഖലയിലും സമ്പത്ത്, വിഭവങ്ങളുടെ സമൃദ്ധിയിൽ ഉണ്ടാകില്ല. നമുക്ക് വിഭവങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. അതിനെന്ത് ചെയ്യും? വിഭവങ്ങളുടെ സമൃദ്ധി നഷ്ടപ്പെടുകയും നമുക്ക് എല്ലാ മേഖലയിലും ശോചനീയാവസ്ഥ ഏർപ്പെടുകയും ചെയ്യും. ഭക്ഷ്യമേഖലയിൽ ഇടിവുണ്ടാകും, സാമ്പത്തിക മേഖലയിൽ തകർച്ചയുണ്ടാകും, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഉണ്ടാകും, നാണ്യങ്ങളുടെ മൂല്യങ്ങൾ ഇടിഞ്ഞു പോകും. ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കും. ഈ വിധത്തിലെല്ലാം നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ശാരീരികമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം, നമുക്ക് അപകടങ്ങളിൽ പെട്ടേക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയേക്കാം. ഈ വിധത്തിലെല്ലാം നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ എല്ലാവരും ഉണ്ടാകും. ഒരു പരീക്ഷണവുമില്ലാതെ നിത്യം സന്തോഷം, സുഖം എന്നുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യനെയും ദുനിയാവിൽ നിന്ന് കാണാൻ കഴിയില്ല. എല്ലാ ദിവസവും അവർ ഹാപ്പിയാണ്, അവർക്കൊരു പരീക്ഷണവുമില്ല, ഒരു സങ്കടവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന അവസ്ഥയിൽ ഒരു മനുഷ്യനെയും കാണാൻ കഴിയില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ട് പ്രശ്നം. ഇത് പടച്ചവും വെച്ചതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഈ പരീക്ഷണങ്ങളെല്ലാം വരുമ്പോഴും അത് ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സബ്ർ കൊണ്ട് സ്വീകരിക്കുന്ന ആൾക്കാർ, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പടച്ചവൻ വെച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ബോധ്യത്തോടു കൂടി ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരുണ്ട്. അവരെങ്ങനെ പ്രതികരിക്കുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ നഷ്ടം അള്ളാഹു വെച്ചതാണ്. പ്രയാസങ്ങൾ ഏതുണ്ടായാലും, ഏത് പരീക്ഷണങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും വിശ്വാസിയുടെ പ്രതികരണം എങ്ങനെയാണ്? അള്ളാഹുവേ, നിനക്കുള്ളതാണ് നമ്മൾ, നിന്റെ സൃഷ്ടികളാണ് നമ്മൾ, നീയാണ് നമ്മൾ പടച്ചു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കാനുമുള്ള അധികാരം നിനക്കുണ്ട്, സ്വാതന്ത്ര്യം നിനക്കുണ്ട്. നീ എന്ത് തീരുമാനിച്ചാലും സഹിക്കാനല്ലാതെ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഇനിയും മടങ്ങി വരേണ്ടത് നിന്റെ മുമ്പിലേക്കാണ്. അങ്ങനെയാണ് വിശ്വാസികൾ എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുക. അങ്ങനെയുള്ള ക്ഷമാശീലർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷമറിയിക്കൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ സംസാരിക്കുന്നു. നമ്മൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാവുക. അള്ളാഹു വെച്ചത് ഇപ്പൊ നീ മരിക്കുമ്പോൾ മാത്രം, മരണ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന രീതി നമുക്കിടയിലുണ്ട്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ആരാ മരിച്ചെന്ന് വെക്കുക, അങ്ങനെ മരണവുമില്ല. ഏത് പ്രയാസമുണ്ടായാലും റസൂലിന്റെ വീട്ടിലെ വിളക്കണഞ്ഞു പോയപ്പോഴും റസൂൽ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഏത് പ്രയാസം മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചവൻ വെച്ചതാണ് എന്ന ബോധ്യത്തോടു കൂടി അത് സഹിക്കാനും ക്ഷമിക്കാനും മനുഷ്യൻ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അള്ളാഹുവിന് സഹായം ഉണ്ടാവുള്ളൂ. വലിയ നിലയിലുള്ള സന്തോഷങ്ങൾ നമുക്ക് പിറകിൽ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഏതൊരു പ്രയാസത്തിന്റെ പിറകിലും ഒരു ആനന്ദം കാത്തിരിക്കുന്നുണ്ട്. രണ്ട് ആവർത്തി പറഞ്ഞപ്പോൾ അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഒരു പ്രയാസത്തിന്റെ പിറകിൽ രണ്ട് സന്തോഷങ്ങൾ ചുരുങ്ങിയത് കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ക്ഷമയോടെ ഇരുന്നാൽ മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഏത് ആപത്ത് വന്നാലും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു മനുഷ്യനോട് കാണില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് സാമ്പത്തികമായിരിക്കും. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. പലപ്പോഴും കണക്കുകൂട്ടൽ തെറ്റിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കടബാധ്യതകൾ, കൊടുത്തു തീർക്കേണ്ട കടബാധ്യതകൾ കണ്ടമാനമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും ഉള്ളവർക്കാണ് ഏറ്റവും വലിയ സന്തോഷത്തിന് വകയുള്ളത്. കാരണം അത് ഉള്ളതിൽ ഏറ്റവും ചെറിയ പരീക്ഷണം അതാണ്. സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, പരീക്ഷണമാണ് ഉള്ളതിൽ ഏറ്റവും ചെറുത്. കൊടുത്താൽ തീരും, എന്തെങ്കിലും ഒരിക്കൽ കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. ചില തട്ടുകേടുകൾ ഉണ്ടായേക്കാം, ചില മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ചില വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. നമ്മൾക്ക് തന്ന് സഹായിച്ചവന് സമയത്ത് കൊടുക്കാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ട് അയാൾക്ക് ബുദ്ധിമുട്ടാകും. അതിന്റെ പേരിൽ അയാൾ ഒരുപക്ഷെ അയാൾ പൊട്ടിത്തെറിച്ചേക്കാം, അയാളുടെ ഭാഗത്ത് നിന്ന് മോശമായ വാക്കുകൾ വന്നേക്കാം, അയാൾ വീട്ടിൽ കയറി വന്നേക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ അതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പ്രശ്നമല്ലെന്നല്ലേ പറയുന്നത്. മറ്റു പരീക്ഷണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നമാണെങ്കിലും
നമ്മുടെ മക്കൾക്ക് അംഗവൈകല്യങ്ങളാണെങ്കിലോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ മാതാവോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുമ്പിൽ ഞൊടിയിടയിൽ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണല്ലോ, ആ നഷ്ടങ്ങൾ നികത്താൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഈ നിരന്തരമായി രോഗം ബാധിച്ചിട്ട്, മാറാ രോഗങ്ങൾ ബാധിച്ച് മക്കളെയും കൊണ്ട് വാരിപ്പിറക്കി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നിരന്തരമായി ഓടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരേ സമയത്ത് എത്രമാത്രം പരീക്ഷണം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. സാമ്പത്തികം നമ്മൾ കണ്ടെത്തണം, ചികിത്സയ്ക്കായിട്ട് നമ്മൾ സാമ്പത്തികം കണ്ടെത്തണം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൺമുമ്പിൽ വേദനിക്കുന്നതും സങ്കടപ്പെടുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിന് സമയവും മാറ്റി വെക്കണ്ടേ? അവർക്ക് വേണ്ടി നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റും? ഇതേന്ന് പറഞ്ഞ നമ്മൾ ജീവിതം എത്ര മനുഷ്യരങ്ങനെ ഉണ്ട്? അങ്ങനെ ഇല്ല. നമ്മൾ മഹാഭൂരിപക്ഷം ആൾക്കാരെയും ബാധിച്ച പ്രശ്നം സാമ്പത്തികമാണ് എന്ന് ഞാൻ കണക്കാക്കിയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇത് അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ആൾക്കാർ, നിരന്തരം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരുപാട് മനുഷ്യരില്ലേ? അവർ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഒരു ദിവസം ഒരു ദിവസത്തെ ജോലി ഒഴിവാക്കി തരൂ. അന്ന് വരുമാനം ഇല്ല നമുക്ക്. കാരണം ഒരു കാര്യം ഇവിടെ നടക്കുള്ളൂ. ഒരിടത്ത് പോയാൽ അന്ന് അവിടെ പെടും, വേറൊരു ആവശ്യം നടക്കില്ല. ഉച്ച കഴിയാതെ എളുപ്പം ഒരു ഹോസ്പിറ്റലിൽ പോലും പോയിട്ട് വരാൻ കഴിയില്ല, എത്ര സൗകര്യം ഉണ്ടെങ്കിൽ പോലും. ഒരു പ്രൈവറ്റിലാണെങ്കിൽ പോയാൽ പോലും ഒരു ആവശ്യത്തിന് നമ്മൾ പോയാൽ അന്നത്തെ ദിവസം വരുമാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വരുമാനം നഷ്ടപ്പെടുത്തി, നമ്മുടെ സമയവും നഷ്ടപ്പെടുത്തി, നമ്മുടെ ജീവിതവും നഷ്ടപ്പെടുത്തി, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ദുഃഖത്തിനൊപ്പം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമുള്ളതാണ് സാമ്പത്തികമായ പരീക്ഷണങ്ങൾ. അള്ളാഹു വെക്കും, ഇത് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകും, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ളത് പൈസയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഇത് ക്ഷമിക്കാവുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് സഹിക്കാനും ക്ഷമിക്കാനും പടച്ചവും വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഇതിന്റെ പുറകിൽ ക്ഷമിച്ചും സഹിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും. അള്ളാഹു അങ്ങനെ പറയും, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന വാക്ക് അള്ളാഹുവിന്റെ വാചകമാണ്. ഈ റസൂലിന് പോലും കടം ഉണ്ടായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കുക. റസൂല് പോലും കടക്കാരനായിരുന്നു. റസൂലിനെ പോലും നടുറോട്ടി പിടിച്ചു നിർത്തിയിട്ടുണ്ട് പൈസയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് റസൂല് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നല്ല അള്ളാഹു റസൂൽ ഈ ലോകത്തോട്ട് വിട പറയുമ്പോഴും പ്രവാചകന്റെ പടയെങ്കിൽ പണയത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത്. ഒരു സാധാരണക്കാരനായ ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതാവസ്ഥയിലൂടെയാണ് റസൂലും കടന്നുപോയിട്ടുള്ളത്. പക്ഷെ പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പരിഭവങ്ങളില്ല. 2 മാസങ്ങൾ 3 മാസങ്ങളും ഒക്കെ കടന്നു പോകും. പലപ്പോഴും അടുപ്പിൽ വേവിച്ച ആഹാരം കഴിക്കാത്ത സാഹചര്യങ്ങൾ റസൂലിന്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ പരാതികൾ ഉണ്ടായിരുന്നില്ല. ആയിഷ പറയുന്നുണ്ട്, 2 ദിവസം തുടരെ പലഹാരം കഴിച്ച ചരിത്രം റസൂൽ മരിക്കുന്നത് വരെയും ആല് മുഹമ്മദിന് ഉണ്ടായിട്ടില്ല എന്ന്. അള്ളാഹുവിൻ റസൂലിന്റെ ജീവിതത്തിലെ പ്രാരാബ്ദമാണ് ഈ പറയുന്നത്. റസൂലിന്റെ ജീവിതത്തിലെ പ്രാരാബ്ദം, ആ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് റസൂൽ ആരെങ്കിലും മുമ്പ് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും തളർന്നു പോയിട്ടുണ്ടോ? അതൊക്കെ പടച്ചവൻ നൽകിയതാണ്. അള്ളാഹുവിന്റെ ഹബീബിന് പോലും ഈ പരീക്ഷണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ തുടരെ 2 ദിവസം പലഹാരം കഴിച്ചിട്ടില്ലാന്ന്. പലഹാരം കഴിക്കാന്ന് വെച്ചാൽ ധാന്യം കൊണ്ട് ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. പലഹാരം ഒരിക്കലും മന്തി കഴിച്ചു എന്ന് കണക്കാക്കണ്ട. അറേബ്യ നാളെ എല്ലാ ഡിഷസും ഇങ്ങോട്ട് വന്നപ്പോ നബിയുടെ കാലത്ത് പലഹാരമൊക്കെ കുറവായിരുന്നു. ഇനി മന്തിയാണ് കഴിച്ചുകൊണ്ടിരുന്നല്ലേ. വേവിച്ച് കഴിക്കുന്ന ആഹാരം, അതിന് പകരം പിന്നെ 2 അസ്ബുദുകൾ അഥവാ പച്ചവെള്ളവും കാരക്കയുമായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഭക്ഷണം. പലപ്പോഴും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ആഹാരം വേവിച്ച് കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യം റസൂലിനെ സംബന്ധിച്ചിടത്തോളം. വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കുക, വല്ലപ്പോഴൊക്കെ അത് കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് പോലും 2 ദിവസം തുടരെ പലഹാരം കഴിക്കാനുള്ള അവസരം ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലിനുണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം പലഹാരത്തിന്റെ വകുപ്പേ ഇല്ല. പക്ഷെ നമുക്കിന്ന് സമൃദ്ധമായി കഴിക്കാനുള്ളതുണ്ട്, ആവശ്യം പോലെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. എന്നിട്ടും എവിടെ ഏറ്റക്കുറച്ചിൽ വന്നപ്പോൾ അതാണ് നമ്മൾ തളർത്തിക്കളയുന്നത്, അതിലാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. പാടില്ല. ജീവിതത്തിൽ ഒരിക്കലും പതറിപ്പോകേണ്ടവരല്ല നമ്മൾ. അള്ളാഹുവിന് തീരുമാനങ്ങളല്ലാതെ മറ്റു നമ്മുടെ നടക്കുന്നില്ല. നമുക്കുണ്ടായ കുറവുകളാകട്ടെ, നമുക്കുണ്ടായ മികവുകളാകട്ടെ, നമ്മുടെ വിജയങ്ങളാകട്ടെ, നമ്മുടെ പരാജയങ്ങളാകട്ടെ, ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനമാണ് എന്ന നിലയിൽ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവുക. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് മുത്തഖീങ്ങളുടെ ലക്ഷണമാണ്. ആ സബ്ർ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ഷമാശീലർക്കാണ് അള്ളാഹു സ്വർഗവും സ്വർഗത്തിലെ പട്ടുടയാടകളും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാൻ അള്ളാഹു പറയുന്നുണ്ട്. പട്ടുടയാടകൾ വിശ്വാസികളെ കാത്തിരിക്കുന്നുണ്ട്, സ്വർഗീയ തൊപ്പുകളും വിശ്വാസികളെ കാത്തിരിക്കുന്നുണ്ട്. മനോഹരമായ സ്വർഗം അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് നൽകാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ നമ്മുടെ നിക്ഷേപം എന്താണ്? സബറാണ്. ക്ഷമിച്ചേ തീരൂ. ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ ക്ഷമിക്കുക, ഒപ്പം അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഇത്താഅത്ത് ചെയ്യുന്നതിൽ പടച്ചവനെ ഇത്താഅത്ത് ചെയ്യുമ്പോൾ 2 സ്വഭാവമുണ്ടത്. ഒന്ന് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അത് വലിയ ക്ഷമ വേണം.
നമ്മുടെ ഇച്ഛകൾ ഇങ്ങനെ തിന്മകളോട് ഇങ്ങനെ ആസക്തി കാണിച്ചുകൊണ്ടിരിക്കും. മോഹങ്ങൾ ഉണ്ടാകും തിന്മ ചെയ്യാൻ, തെറ്റുകൾ ചെന്ന് ചാടാൻ വലിയ താല്പര്യം ഉണ്ടാകും. പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് പിടിച്ചു നിൽക്കുന്ന ഒരു ക്ഷമയാണ്. തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് ഒരു സുബറാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നന്മകളിൽ ഏർപ്പെടുക എന്നുള്ളതും ഒരു ക്ഷമയാണ്. സദക്ക എടുക്കണമെങ്കിൽ ഒരു ക്ഷമ വേണം, നമുക്കൊരു ക്ഷമ വേണം. നമുക്ക് നമ്മുടെ സമ്പാദ്യം എടുത്ത് കൊടുക്കുകയാണ്, അതൊരു സുബറാണ്. ക്ഷമ എന്നതും സഹനത എന്നതും സുബർ എന്ന വാക്കിന് കൊടുക്കാൻ നമുക്ക് കിട്ടിയ ഒരു പാചകം എന്ന നിലയിൽ മലയാളത്തിൽ ഇതേ നിവൃത്തിയില്ല. പരിമിതികളുണ്ട് ഈ ഭാഷയ്ക്ക്. അതുകൊണ്ട് ഈ ഭാഷയിൽ നമ്മൾ സുബറിനെടുത്ത് കടമെടുത്ത് എതിരെ വെക്കുന്ന വാക്കുകൾ ഇത് രണ്ടുമാണ്. നിങ്ങൾ ക്ഷമ അല്ലെങ്കിൽ സഹനത. പക്ഷേ ക്ഷമയും സഹനതയും എന്ന് പറയുന്ന വാക്കുകളെക്കാൾ വിശാലതലം ഒരു അർത്ഥതലമുണ്ട് സുബർ എന്നതിന്. അതുകൊണ്ട് സുബറിന് ഇത്രയും വിശാലത വരുന്നത്. പാവങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ അതിന്റെ പേരും സുബറാണ്. നന്മകൾ ഒരു മനുഷ്യൻ ഏർപ്പെട്ടാൽ അതിന്റെ പേരും സുബറാണ്. അപ്പൊ സുബറിന് ക്ഷമയെന്നോ സഹനതയെന്നോ വാക്കുകൊണ്ട് വിശാലമായ ഒരു അർത്ഥം കൊടുക്കാൻ കഴിയില്ല. അത്രയും വിശാലമായ അർത്ഥതലമുള്ള ഒരു അറബി വീടാണ് സുബർ എന്നുള്ളത്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഈ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ജന്നത്തും ഹരീറ എന്ന് പട്ടുടെ ആളുകളും സ്വർഗത്തൊപ്പുകളും എന്നുള്ളത് അള്ളാഹു മനോഹരമായി ഈ സ്വർഗീയ രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഈ ക്ഷമാശീലർക്ക. അതുകൊണ്ട് ഈ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ പുലർത്തുന്ന ജാഗ്രത, ഈ ഒരു ത്യാഗമില്ലാതെ ഒരു കാരണവശാലും സ്വർഗം പുൽകാൻ കഴിയില്ല. ഈ ഹുജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, പ്രയാസങ്ങൾ കൊണ്ടാണ് സ്വർഗത്തെ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നത്. സ്വർഗത്തെ വലയം ചെയ്തത് പ്രയാസം കൊണ്ട്, ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടല്ലാതെ സ്വർഗത്തിൽ പോകാൻ ഒരു മനുഷ്യനെ കൊണ്ട് വഴിയില്ല. സ്വർഗത്തിലേക്ക് ഒരു എളുപ്പ വഴിയുമില്ല. സുഗമമായ പൂവ് വിതറിയിട്ടുള്ള പൂപ്പാതകളെങ്ങും സ്വർഗത്തിലേക്കില്ല. സ്വർഗത്തിലേക്കുള്ള പാത അത് മുൾപാതയാണ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയാണ്. ബിൽ മക്കാരിഹ്, പ്രയാസം ഉണ്ടാവും. ഉറക്കമൊഴിഞ്ഞ് നമസ്കരിക്കേണ്ടി വരും, അധ്വാനിക്കുന്ന സമ്പാദ്യം ദാനം ചെയ്യേണ്ടി വരും, ദുഃഖങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും, പരീക്ഷണത്തിന് തീച്ചുളയിൽ ഇറങ്ങി ചെല്ലുമ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗം പ്രാപിക്കാൻ കഴിയില്ല. ജന്നത്തു ബിൽ മക്കാരിഹി വഹുജുബത്തിൻ നാറു ബിശ്ശഹവാത്ത്. അതോടൊപ്പം തന്നെ നരകത്തെ വലയം ചെയ്തിരിക്കുന്നത് ഒരു കാന്തവലയം നരകത്തിനുമുണ്ട്. എല്ലാവരെയും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാന്തവലയം, അത് ഷഹവാത്തുകളാണ്. മനുഷ്യന്റെ മോഹങ്ങളുടെ പിറകെ പോകുമ്പോൾ, ഇച്ഛകൾ പൂവണിയിക്കാൻ വേണ്ടി മനുഷ്യൻ പിറകെ പോകുന്ന പക്ഷം നരകത്തിലേക്ക് ചെന്ന് പതിക്കൂ ഒരു കാന്തവലയമാണ്. അതുകൊണ്ട് സ്വന്തം ഇച്ഛകളെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നതിൽ ക്ഷമയോടെ നിലകൊള്ളുക അവസാന നിമിഷം വരെ. അങ്ങനെ നിൽക്കുന്ന പക്ഷം ജന്നത്തും ഹരീറ, മനോഹരമായ സ്വർഗരാജ്യം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ലോകമാണ് ദുനിയാവ്. ഈ നെഞ്ച് കൈവച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവ് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ മക്കളുള്ളത്, ഇവിടെയാണ് നമ്മുടെ പാർപ്പിടമുള്ളത്, ഇവിടെ നമ്മുടെ കച്ചവടം ഉള്ളത്, ഇവിടെ നമ്മുടെ കുടുംബക്കാരെല്ലാം ഉള്ളത്, നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും ഉള്ള സ്ഥലം ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ക്ലേശങ്ങളുണ്ട്, ഇവിടെ നിന്ന് പറ്റാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, സ്വാഭാവികം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യനും ഈ ദുനിയാവിന്റെ ഈ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഈ കാണുന്ന സൗകര്യങ്ങളും ഈ കാണുന്ന സന്തോഷങ്ങളും വിട്ടൊഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഇതൊരു സാമ്പിളാണ്, ഇത് വെറും ഒരു സാമ്പിളാണ്. നിങ്ങൾക്ക് ഈ കുടുംബത്തോടൊപ്പമുള്ള സന്തോഷം, സുസ്ഥിരമായ സന്തോഷവും സമാധാനവും, അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട, ക്ലേശങ്ങളില്ല, ജോലിക്ക് പോകേണ്ട, അധ്വാനിക്കേണ്ട, അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ലാത്ത, നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കാത്ത, നിങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടാത്ത, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാവുന്ന ഒരു ജീവിതം തന്നാൽ എങ്ങനെ ഇരിക്കും എന്ന അള്ളാഹുവിന്റെ ചോദ്യം. എങ്ങനെ ഇരിക്കും? ഇതാ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അതാ സ്വർഗം. സ്വർഗം എന്നുള്ളത് അവിടെ എല്ലാ മനുഷ്യർക്കും യൗവനമാണ്, എന്നും യൗവനമാണ്, എന്നും യൗവനം. എല്ലാവർക്കും എന്നും 33 വയസ്സുള്ള ഒരു ലോകം. ആ ലോകത്തിൽ ബാപ്പാക്ക് 33, മോന് 33, ഭാര്യയ്ക്ക് 33, അങ്ങനെ എല്ലാവർക്കും 33 വയസ്സുള്ള പ്രായം. ആർക്കും പ്രായം മാറുന്നില്ല, എല്ലാവരും ചെറുപ്പമാണ്, എല്ലാവർക്കും ചെറുപ്പം, എല്ലാവർക്കും ഏറ്റവും നല്ല പ്രായം, കുടുംബത്തോടെ സന്തോഷത്തോടെ കഴിയാവുന്ന സാഹചര്യം. അവരെ വാർദ്ധക്യം ഒരിക്കലും വയസ്സാകുന്നില്ല, അവർ വസ്ത്രങ്ങൾക്ക് ഒരിക്കലും പഴക്കം വരുന്നില്ല. എന്നും പുതുമയുള്ള, എന്നും സന്തോഷമുള്ള, നിറഞ്ഞ സന്തോഷം തുളുമ്പുന്ന കുടുംബാന്തരീക്ഷമുള്ള ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ താഴ്ഭാഗങ്ങളുടെ മനോഹരമായ സമൃദ്ധമായ അരുവികൾ ഒഴുകുന്നു, നല്ല നല്ല പൂന്തോട്ടങ്ങളുണ്ട്, നല്ല മരങ്ങളുണ്ട്, കായ്ഫലങ്ങളുണ്ട്. കഴിക്കാൻ മരത്തിൽ കയറേണ്ട കാര്യം പോലും ഇല്ലല്ലോ. കുത്തുഫുഹ ദാനിയ എന്ന ഖുർആൻ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് പറിക്കണമെങ്കിൽ നിന്ന് പറിക്കാം, ഇരുന്ന് പറിക്കണമെങ്കിൽ ഇരുന്നും പറിക്കാം, കിടന്ന് പറിച്ച് കഴിക്കണമെങ്കിൽ കിടന്ന് പറിച്ചും കഴിക്കാവുന്ന വിധം നിങ്ങളുടെ സൗകര്യത്തിലേക്ക് പഴവർഗ്ഗങ്ങൾ താഴെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ള മാസ്മരികമായ ലോകം, ഒരു മായാലോകം മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസൊക്കെ ഒരുപാട് പറയുന്ന ഒരു മേഖലയാണ്, ഒരു ലോകമാണ് സ്വർഗം എന്നുള്ളത്. നമുക്ക് കുടുംബത്തോടൊപ്പം ഒന്നിനും ഒരു കുറവുമില്ലാതെ സന്തോഷം മാത്രം പങ്കിട്ട് കളിതമാശകളും സന്തോഷവും മാത്രം സംസാരിക്കപ്പെടുന്ന ഒരു
സ്വർഗ്ഗ ലോകത്തിലേക്ക് കടന്നു വന്ന് ഈ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഹസ്ര കാലഘട്ടം എന്നുള്ളത് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മുതലെടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് സബ്റാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കാതലായി സബ്ർ നിലനിൽക്കണം. ഒരു കാതലായ ഭാഗം അത് സബ്റാകട്ടെ. ക്ഷമിച്ചും സഹിച്ചും ആരാധനയുടെ വിഷയത്തിലാകട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലാകട്ടെ, തിന്മയിൽ നിന്ന് മാറി നടക്കുന്ന വിഷയത്തിലാകട്ടെ, അന്യോന്യം പരസ്പരം നമ്മൾ ജീവിക്കും. പരസ്പരം ജീവിതത്തിൽ വിട്ടുവീഴ്ചകളും മാപ്പ് കൊടുക്കാനും പൊരുത്തപ്പെടാനും പുറത്തു കൊടുക്കാനും സഹിക്കാനും നമ്മൾ തയ്യാറാകണം. മനുഷ്യരാണ്. സാരയില്ല കുഴപ്പമില്ല, അത് പറഞ്ഞ് ഞാനത് മനസ്സിൽ വെച്ചിട്ടില്ല, ഞാൻ സഹിച്ചു, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു വാക്കിന് വേണ്ടി നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളോട് മോശമായി ബിഹേവ് ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞു പോയ വാക്കിൻ്റെ പേരിലോ ഇടപാടുകളിലോ വിഷയത്തിലൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ചില ആൾക്കാരുണ്ടാകും. അവരോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അവിടെ വലിയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. വിശ്വാസികൾക്കിടയിൽ പുലർത്തേണ്ട ഒരു സ്വഭാവം കൂടിയാണ് പറയുന്നത്. മനുഷ്യർക്കിടയിൽ പുലർത്തേണ്ടത് ക്ഷമിച്ചു കൊടുക്കുക. വീഴ്ചകളാണ് പലപ്പോഴും വരും, പല മോശമായ വാക്കുകൾ വന്നേക്കാം. ക്ഷമിച്ചു കൊടുക്കുക. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് നിന്നോട് പകയില്ല, വിരോധമില്ല, ഞാൻ സഹിച്ചിരിക്കുന്നു. നീ കാരണമുണ്ടായ ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നീ ഉണ്ടാക്കിയ മുറിവ്, മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ പോലും ഞാൻ മാപ്പാക്കിയിരിക്കുന്നു, ഞാൻ പൊറുത്തിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിശാലത ഉണ്ടല്ലോ, ആ വിശാലതയ്ക്കാണ് സ്വർഗം വെച്ചിരിക്കുന്നത്. ക്ഷമിച്ചും സഹിച്ചും പോകുന്നവർ എന്ന വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗലബ്ധിയാണ്. ആ സ്വർഗത്തിലെത്തണം. നമുക്ക് കുടുംബത്തോടൊപ്പം അവിടെ എത്തണം. നമ്മൾ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ആ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അള്ളാഹുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൂടിയുണ്ട്. നോമ്പ് അവസാനിക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്. അത് ഓരോ നോമ്പിനുമുണ്ട്, നോമ്പ് കാലം തീരുമ്പോഴുമുണ്ട്. നോമ്പ് കാലം തീർന്നു, നോമ്പെല്ലാം അവസാനിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട്. അത് യൗമുൽ ഫിത്റാണ്, പെരുന്നാളാണ്, ചെറിയ പെരുന്നാൾ. അന്ന് സന്തോഷ ദിവസമാണ് വിശ്വാസികൾക്ക്. ആ നോമ്പുകാരന് ഇനിയും ഒരു സന്തോഷമുണ്ട്. ഏതെന്നറിയുമോ? അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച നടത്തുമ്പോൾ റബ്ബിനെ നമ്മൾ കാണും. റബ്ബിനെ കാണുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം തന്നവൻ, നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ ഈ കുടുംബങ്ങൾ നമുക്ക് നൽകിയവൻ, നമ്മളുടെ ജീവിതം ഡിസൈൻ ചെയ്തവൻ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര മുഴുവനും അള്ളാഹുവിലേക്കുള്ള സഞ്ചാരമല്ലേ. ഒരിക്കൽ പടച്ചവനെ നമ്മൾ നേരിട്ട് കാണണ്ടേ. അത് സ്വർഗത്തിലേ സാധ്യമാകുള്ളൂ. റബ്ബിനെ നമ്മൾ കാണും യഥാർത്ഥ രൂപത്തിൽ. പടച്ചവന്റെ സൗന്ദര്യം നമ്മൾ കണ്ടു നിൽക്കും. അത് മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. ഒരു മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം അത് റബ്ബിനെ കാണലാണ് എന്ന് അവർ അന്ന് തിരിച്ചറിയുമെന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടായ ഒരു ബോധ്യമുണ്ട്, ഇതാണ് സ്വർഗം, ഇതായിരുന്നു നമ്മൾ തേടിയത്, ഇതിനേക്കാൾ മഹത്തായതൊന്നും നമുക്ക് കിട്ടാനില്ല. ഈ നോട്ടമുണ്ടല്ലോ, ഈ കാഴ്ചയുണ്ടല്ലോ, അതാണ് ഏറ്റവും മനോഹരമെന്ന്. റബ്ബുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കും നമുക്ക് അവസരമുണ്ടാകും. ഞാനും എൻ്റെ കുടുംബവും, നിങ്ങൾ ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളും ഇങ്ങനെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം റബ്ബിനെ കണ്ടുമുട്ടുന്ന സ്വർഗീയമായൊരു ജീവിതാവസ്ഥയുണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അതിന് ഈ ജീവിതത്തിൽ നിങ്ങൾ കുറെ സഹിക്കേണ്ടതുണ്ട്, കുറെ ക്ഷമിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും വലിയ തഖ്വ. തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ക്ഷമ ജീവിതത്തിന്റെ ഒരു മുഖമുദ്രയാക്കി നമ്മൾ കൊണ്ടുവരിക. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും റബ്ബിന്റെ തീരുമാനം എന്ന നിലയിൽ സഹിക്കാൻ കഴിയണം. മനുഷ്യരോട് ആ ബന്ധം പുലർത്താൻ കഴിയണം. റബ്ബിന്റെ വിഷയത്തിൽ ക്ഷമയോടെ നിൽക്കുക. പ്രത്യേകിച്ച് ഈ അമലുകളുടെ വിഷയത്തിൽ അല്പം ക്ഷമ വേണം. ദുനിയാവിന്റെ പിറകെയുള്ള പരക്കം പാച്ചിലുമായിട്ട് ഈ ധൃതി പിടിച്ച് വന്നിട്ട് കാക്ക കൊത്തും പോലെ കൊത്തിയിട്ട് ഓടുന്ന നമസ്കാരമാകാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ ഒരു അവധാനത ഉണ്ടാകണം. പള്ളിയിലേക്കും ആരാധനയ്ക്കും വേണ്ടി മാറിയിരിക്കുമ്പോൾ ഒരു ശാന്തത ഉണ്ടാകണം, ഒരു ക്ഷമയുണ്ടാകണം. അതിനപ്പുറത്ത് വരുന്ന നഷ്ടം എന്തായാലും പോട്ടെ. എത്ര രൂപയുടെ നഷ്ടമാണ് ഞാൻ ഈ പള്ളിക്കകത്ത് കഴിയുമ്പോഴും എനിക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ, ആ നഷ്ടം വന്നോട്ടെ എന്ന് കണക്കാക്കിയിട്ട് ദുനിയാവിനേക്കാൾ പ്രിയം പടച്ചവനോട് വയ്ക്കുക. ആരാധനയുടെ വിഷയത്തിൽ ക്ഷമ ഉണ്ടാക്കുക. നിസ്കരിക്കാൻ പള്ളി കയറുമ്പോഴത്തേക്കും ഇറങ്ങി ഓടുന്ന സമയത്തെക്കുറിച്ച് ആലോചിക്കൊണ്ടിരിക്കില്ലേ. ഇവിടെ നിൽക്കുമ്പോൾ ഈ ബാധത്തിൽ ക്ഷമയോടെ നിന്ന് അവധാനതയോടെ അൽ ഹെൽമു വൽ അനാത്തു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവമാണ് ഹെൽമ എന്നുള്ളത്. അൽ ഹെൽമു വൽ അനാത്തു എന്നുള്ളത് അവധാനത പടച്ചവന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ശാന്ത സ്വഭാവത്തോടു കൂടി ക്ഷമയോടെ ഈ ബാധത്തിൽ പങ്കെടുക്കുക. ജീവിത പ്രയാസങ്ങൾ ക്ഷമയോടെ അതിനോട് പ്രതികരിക്കുക. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.